ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിക്കുകയാണ്, യാ മഅശറ ശബാബ്, അല്ലയോ യുവാക്കളെ 15ഉം 20ഉം 25ഉം ഏജുള്ളതാകുന്ന ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ ആർക്കെങ്കിലും ചെലവിന് സൗകര്യപ്പെട്ടാൽ നിന്റെ പ്രിയപ്പെട്ട ജീവിത സഖിയാക്കാൻ നീ നിയ്യത്ത് വെക്കുന്നതാ പാവപ്പെട്ടതാകുന്ന സഹോദരിക്ക് മഹർ കൊടുക്കാൻ നിനക്ക് കഴിവായാൽ ആ മഹർ കൊണ്ട് മാത്രമായില്ല, ആ പെണ്ണിനെ കൊണ്ടുവന്ന് സുരക്ഷിതമാകുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസ സൗകര്യം കൊടുക്കാനും നിനക്ക് കഴിവായാൽ, അത് മാത്രമല്ല ആ പാവപ്പെട്ട പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിവായാൽ, അതും മാത്രമല്ല ആ പാവപ്പെട്ട പെണ്ണിന് വസ്ത്രം കൊടുക്കാനും നിനക്ക് കഴിവായാൽ, അവളിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളെയും പോറ്റാനും നിനക്ക് കഴിവുണ്ടായാൽ വിവാഹം കഴിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് വിവാഹം സുന്നത്തുള്ളത്. എപ്പോ സാമ്പത്തികപരമായിട്ട് കഴിവ് വേണം, മഹറിന് കഴിവ്. മഹർ കൊടുക്കാൻ കഴിവുള്ളവൻ, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് വിവാഹ ജീവിതം കൊണ്ട് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്, സുന്നത്താക്കിയിട്ടുള്ളത്. അല്ലാത്തവരത് വേണ്ട. അല്ലാത്തവരെന്ത് ചെയ്യണം? സാധ ഇതൊന്നും ഞങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഫല്യസും, നോമ്പ് പിടിക്കട്ടെ. നബി മുഹമ്മദ് റസൂലുള്ളാഹി നോമ്പ് പിടിച്ച് വികാരം എന്ത് ചെയ്യുക? പൊട്ടിച്ചു കളയുക. വികാര വിചാരങ്ങളോട് താല്പര്യമില്ലാത്തവനായി മാറട്ടെ. ഈ സാമ്പത്തികമായ ഒരു തന്മയത്വത്തിലേക്ക് അവന്റെ ജീവിതം എത്തിപ്പെട്ടില്ല എങ്കിലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിക്കുന്നതാകുന്ന ആളുകൾ, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ആയത്ത് ഹദീസ് നിരവധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ അഹറദ സുലുസി ദീനിഹി ഫല്ലത്തഖില്ലാഹു ഫി സുലുസിൽ ബാഖി. ആരെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 2 ഭാഗം പൂർത്തീകരിച്ചവനായി. അങ്ങനെ വിവാഹം കഴിച്ചതാകുന്ന വ്യക്തി ബാക്കിയുള്ളതിൽ ശ്രദ്ധ ചെലുത്തട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ വിവാഹം കഴിക്കുന്നതിലൂടെ പരിപൂർണ മനുഷ്യനാവുകയുള്ളൂ. അതാ പറഞ്ഞതിനർത്ഥം. നല്ലൊരു വ്യക്തിത്വമായി, പേഴ്സണാലിറ്റി ഉള്ളവനായിട്ട് മാറുക എപ്പോഴാണ്? നല്ല വിവാഹ ജീവിതം നയിക്കുന്നതോടുകൂടി. അല്ല വിവാഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ. അങ്ങനെ മാറുന്ന സ്വഹാബത്തൊക്കെ ഉണ്ട്, ഞാൻ പോകുന്നില്ല അതിലേക്കൊന്നും, അതൊക്കെ വേറെ വിഷയമാണ്. ഏതായിക്കോട്ടെ, വിവാഹ ജീവിതം കഴിഞ്ഞു. ആ വിവാഹ ജീവിതത്തിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് പാലിക്കേണ്ട കടമകളുണ്ട്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് പാലിക്കേണ്ട കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. ഈ കടമകളും ബാധ്യതകളും ശരിക്കും പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ അവരുടെ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ജീവിതം താളം തെറ്റും. അവർക്കിടയിൽ ഭിന്നതയുണ്ടാകും, അവൾക്കിടയിൽ രമ്യത ഉണ്ടാവുകയില്ല, യോജിപ്പുണ്ടാവുകയില്ല. ആ 2 കുടുംബങ്ങൾ തമ്മിൽ അകലുകയും 2 കുടുംബങ്ങൾ തമ്മിൽ ത്വലാഖിലേക്ക് എത്തി വിവാഹമോചന കേസുകളിലേക്ക് അകപ്പെടുന്ന അവസരത്തിലേക്ക് എത്തും. എന്താ കാരണം? 2 പേരും ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല, പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിവാഹ ജീവിതം കഴിഞ്ഞ ആളുകൾ എന്റെ മുന്നിലുള്ളവരുണ്ടാകും. വിവാഹം കഴിക്കാൻ നിയ്യത്ത് വെച്ച ധാരാളം സഹോദരങ്ങളും എന്റെ മുന്നിലുണ്ടാകും. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ത്വലാഖിലേക്ക് എത്താതെ, ത്വലാഖിന്റെ വിഷയം ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. എന്താണ് ത്വലാഖ്? ആ ത്വലാഖുമായി ബന്ധപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവന്റെ ജീവിതത്തിൽ വരും, അതൊക്കെ ഞാൻ പറയും. ആദ്യമായി നമ്മൾ അതിലേക്ക് എത്തിപ്പെടാതെ എപ്പോഴാണ് ത്വലാഖിലേക്ക് എത്തുക? അതിനു മുമ്പ് ചില ഓപ്ഷനുകൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കാതെ പോയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ താളപ്പിഴവ് വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാണ്. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഹദീസുകളാണ്, നിരവധി ഹദീസുകളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹ ജീവിതത്തിന്റെ മഹത്വത്തെ പറ്റി, ഭർത്താവ് ഭാര്യയോട് പാലിക്കേണ്ട കടമകളെ പറ്റി, ഭാര്യ ഭർത്താവിനോട് പാലിക്കേണ്ട കടമകളെ പറ്റി, ബാധ്യതകളെ പറ്റി പ്രവാചകൻ വ്യക്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിവ് നൽകിയിട്ടുള്ളത്.
ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടമാണ്. ഒരു കൂട്ടം അനുയായികൾ കടന്നു വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അല്ലയോ ഉമറേ റളിയല്ലാഹു അൻഹു, ഞങ്ങൾക്കൊരു പരാതി നിങ്ങളോട് ബോധിപ്പിക്കാറുണ്ട്. പരാതി മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ള പരാതി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങൾ പറയുന്ന പല വിഷയങ്ങളും അനുസരണ വർത്തിക്കുന്നില്ല. ദീനിയായ വിഷയങ്ങൾ ഞങ്ങൾ അവരോട് കൽപ്പിച്ചിട്ട് ആ കാര്യങ്ങൾ അവർ ശരിക്കും നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി അടിക്കാനുള്ള അനുമതി, ആരെ മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള സഹോദരിമാരെ അടിക്കാനുള്ള അനുമതി നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു കൂട്ടം അനുയായികൾ ആവശ്യപ്പെടുക. ഉമർ ബിൻ ഖത്താബ് വച്ചാപ്പാടെ പേര് കേട്ടോരെ, വച്ചതിൽ പറയും നമ്മൾ ബഹുമാനം കൊടുക്കണ്ടേ. ബഹുമാനം കൊടുക്കാത്തവര് നമ്മൾ ബഹുമാനം കൊടുത്ത ആരൊക്കെ നമ്മളാര് ബഹുമാനിക്കും? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കം പറയും. നിങ്ങൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന വന്നേല്ലേ ഉള്ളൂ, വന്ന് കയറി സദസ്സിൽ റാഹത്തായ നില കസേര, പണ്ടത്തെ പോലെ ഒന്നുമില്ല, നിലത്തൊന്നും ഇപ്പം ഇരിക്കണ്ട, കസേര ഇട്ട് റാഹത്തായ നിലയിൽ ഇരുത്താം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു റാഹത്തില്ല. ഉറക്കം പറയുന്നു ഉമർ ബിൻ ഖത്താബ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആള് നിസ്സാരക്കാരനല്ല, അവിശ്വാസിയായി ജനിച്ചിട്ടും അവസാനം മരണപ്പെട്ട ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് മരണപ്പെടാനും പ്രവാചകന്റെ ചാരത്ത് അടങ്ങാനും തൗഫീക്ക് കിട്ടിയ വ്യക്തിയാണ്. ആള് നിസ്സാരക്കാരനായിട്ട് നമ്മൾ കരുതരുത്. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞോളൂ, അവരുടെ ഈമാന്റെ പവർ നമുക്ക് എത്തട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഉമറേ ഞങ്ങൾക്കൊരു പരാതി നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ട്. ഉമറേ ഒരു പരാതി നിങ്ങളോട് പറയാനുണ്ട്. പരാതി മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ പറയുന്ന ഇസ്ലാമിക വിഷയങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ചിലർക്ക് അതങ്ങോട്ട് ഒരു ബുദ്ധിമുട്ട്. നമസ്കരിക്കാൻ പറയുമ്പോ, നോമ്പ് പിടിക്കാൻ പറയുമ്പോ, ദീനിന്റെ പല വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൊരു മടുപ്പ്, ഒരു പുറകോട്ടൊരു വലിച്ചിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി അവരെ അടിക്കാനുള്ള ഒരു അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ റാഹത്തായി. ഞങ്ങൾക്ക് അതാണ് ആവശ്യം. എന്ത് വേണം? അടി കൊടുക്കണം. ഇത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. പെണ്ണിനെ തൊടാൻ പാടില്ല, കണ്ണുരുട്ടാൻ പോലും പാടില്ല എന്ന നിയമമായിരുന്നു ആദ്യ കാലഘട്ടം. ആ നിയമം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഉസ്താദെ റാഹത്തായ നിലയിൽ ഞങ്ങൾ കഴിഞ്ഞു പോയാൽ. ആ നിയമം പിന്നെ എപ്പോഴാണ് മാറി മറിഞ്ഞത്? അതാണ് പഠിക്കാൻ പോകുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരു കൂട്ടം ആളുകൾ വന്ന് ഈ പരാതിപ്പെട്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു എന്നാണ്. ഫതബസ്സമ ഉമറു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ശരി. അപ്പൊ അവിടം വരെയൊക്കെ എത്തി. നിങ്ങളുടെ ഈ ആവശ്യം എന്റെയും കൂടി ആവശ്യമാണ്. ആരെങ്കിലും 10 പേര് വന്ന് എന്നോട് വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത്. സത്യത്തിൽ എനിക്കും ഈ ആവശ്യം അനിവാര്യമാണ്. അഥവാ എന്റെ വീട്ടുകാർ ഞാൻ പറയുന്ന ചില വിഷയങ്ങളൊന്നും അങ്ങോട്ട് അനുസരിക്കുന്നില്ല. ചില മുറിവുറുപ്പൊക്കെ ആയിട്ട് അവരിങ്ങനെ മാറി നിൽക്കും. അപ്പൊ എനിക്കും ഒന്ന് തോന്നും മനസ്സിലൊന്ന് അടിച്ചാലോ. പക്ഷെ അള്ളാഹും അവന്റെ റസൂല് നിരോധിച്ച വസ്തുതയല്ലേ. അതുകൊണ്ട് അത് വേണ്ട എന്ന നിലയ്ക്ക് ഞാൻ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എന്തായാലും നിങ്ങളുടെ ആവശ്യം ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി പറഞ്ഞ് അടിക്കാനുള്ള അനുമതിയുമായിട്ട് ഞാൻ തിരിച്ചു വരുവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ എന്താ ചെയ്യണമെന്നറിയോ? വേഗം തന്നെ പോയി വടിയൊക്കെ റെഡിയാക്കി ശരിയാക്കി നിൽക്കണം. കാരണം ഞാൻ പോകുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകത ഉണ്ടെന്ന്. ഉമർ ഒരു വഴിക്കിറങ്ങിയാൽ ആ വഴിക്ക് പോയാൽ കാര്യം നടത്തിയിട്ടില്ല, അത് തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അടിക്കാനുള്ള അനുമതി വാങ്ങിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് ഞാൻ തിരിച്ചു വരികയുള്ളൂ. വന്നു കഴിഞ്ഞ് പിന്നെ വടിയന്വേഷികൾ സമയമൊന്നും കളയണ്ട, ഇപ്പൊ തന്നെ വടിയൊക്കെ വെട്ടി റെഡിയാക്കി നേരെ പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ട് ചോദിക്കുകയാണ്, മാലക യാ ഉമറോ, മാലക യാ ഉമറോ,
ഉമറേ ഉമറേ എന്ത് പറ്റി ഉമറേ, എന്ത് പറ്റി ഉമറേ, എന്താവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നീ വന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉടനെ പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞാൻ വന്നിരിക്കുന്നത് ഒരാളാണെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യവുമായിട്ടാണ് അവിടുത്തെ തിരുസവിധത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഉമറേ എന്താവശ്യമാണ്, എന്താവശ്യമാണ്? ഹബീബായ നബി തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഞങ്ങൾ പറയുന്ന ഇസ്ലാമികമാകുന്ന വിഷയങ്ങൾ പരിപൂർണമായി അനുസരണ വർത്തിക്കുന്നില്ല നബിയെ. അവരെ ഒന്ന് അടിക്കാനുള്ള അനുമതി അല്ലാഹുവിന്റെ തിരുചാരത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്കൊന്ന് വാങ്ങിത്തരണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലാ യാ ഉമറോ, ഇല്ല ഉമറേ, ഇല്ല ഉമറേ, അടിക്കാനുള്ള അനുമതി പാവപ്പെട്ടതാകുന്ന സഹോദരിമാര് ഭാര്യമാര് അടിക്കാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല ഉമറേ, നൽകിയിട്ടില്ല ഉമറേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല, ആ സ്ഥലത്ത് നിന്ന് പോകുന്നില്ല. ഏതൊരു സ്ഥലത്താണോ നിന്നത് അതേ സ്ഥലത്ത് തന്നെ നൃത്തം തുടരുകയാണ്. ഹബീബായ നബി തങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് വീണ്ടും സുന്നത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. ഫസക്കത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അല്പനേരം മൗനം അവലംബിക്കുകയാണ്. ഫനസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ തന്നെ ചിറകടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ തിരുചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അഴീക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരെ പഠിച്ചു വെക്കണേ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതായ യുവാക്കളെ ശ്രദ്ധിക്കണേ. നിന്റെ കാത് മുളച്ചു മുതൽ ഒരുപക്ഷെ ഈ പ്രഭാഷണത്തിൽ ഓതുന്ന ആയത്ത് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നീ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഒരൊറ്റ ആയത്ത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വയത് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സൂറത്തുൻ നിസായിൽ ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليكم رقيبا. ഈ ആയത്തങ്ങോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഓതിക്കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അബ്ശിർ യാ ഉമർ, ഉമർ നീ സന്തോഷിക്കുക, നിന്റെ വിഷയത്തിൽ ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. കാരണം നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു. നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും ഇംഗിതം അല്ലാഹു നിറവേറ്റി. മറ്റൊന്നുമല്ല,
മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള ഭാര്യമാരെ അടിക്കൽ വിശുദ്ധ ഇസ്ലാം നിയമമാക്കിയിരിക്കുകയാണ്. എന്താണ്? ഒന്നുകൂടെ ശ്രദ്ധിക്ക്. മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള സഹോദരിമാരെ അടിക്കൽ ഇസ്ലാം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട്. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അടിയെന്ന് കേട്ടപ്പോൾ മൂപ്പർ ഒറ്റ ഓടി നേരെ ഓടിപ്പോയി കൂട്ടുകാരോട് പറഞ്ഞു, അടിക്കടാന്ന് പറഞ്ഞു. ശരിക്കടിച്ച് തച്ചോളാ അല്ല കീറിക്കോളാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പറയേണ്ട താമസം. ഒരു വടിയൊക്കെ വെട്ടി റെഡിയാക്കി നിൽക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പോയതല്ലേ. നേരെ പോയി എല്ലാവരും നല്ല അടിയടിച്ചു. ആരെ? മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ളതാകുന്ന സഹോദരിമാരെ നല്ലതുപോലെ അങ്ങ് അടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതൊരു നിയ്യത്ത് വെച്ച് ആ കാര്യം കൊണ്ട് പറഞ്ഞിട്ട് അതിനു മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് മുമ്പ് ഓടിക്കള. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ ചെന്നു കൂട്ടുകാരോട് പറഞ്ഞു. കൂട്ടുകാര് എല്ലാവരും നല്ലതുപോലെ അവരുടെ ഭാര്യമാരെ അടിച്ചു. നേരം വെളുത്തു സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് സ്ത്രീകളുടെ വല്ലാത്തൊരു നിര വന്നിരിക്കുക. സുബഹി നമസ്കാരം കഴിഞ്ഞു. സ്ത്രീകളുടെ ചെരുപ്പടി ശബ്ദമാണ്. എന്ത് ചോദിച്ചു? നബി തങ്ങൾ ചോദിച്ചു, എന്താ കാര്യം? സ്ത്രീകൾ പറഞ്ഞു, നബി അവിടുന്ന് അനുവാദം കൊടുത്തിട്ടാന്ന് പറഞ്ഞു. വല്ലാത്ത പണിയായി പോയി. ഞങ്ങളുടെ കയ്യനക്കാൻ മേല, ഞങ്ങളുടെ കാലനക്കാൻ മേല, തോളനക്കാൻ മേല. ഒട്ടകത്തിന്റെ പാലും ഒട്ടകത്തിന്റെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുള്ള ആളുകളല്ലേ. അവരുടെ അടിയുടെ ഊക്കും അടിയുടെ ആഘാതവും ഒക്കെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അങ്ങ് ചുവന്നു തുടുത്തു ദേഷ്യത്താൽ. കാരണം എന്താണ്? ഞാൻ പറഞ്ഞ വിഷയം പരിപൂർണമായിട്ട് കേട്ടില്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേട്ടിട്ടില്ലേ? എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ചോദിച്ചു, അയ്ന ഉമർ? ഉമർ എവിടെ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ്, അയ്ന ഉമർ? അയ്ന ഉമർ? ഉമർ എവിടെ സഹാബത്തെ? ഉമർ എവിടെ സഹാബത്തെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ പള്ളിയുടെ പുറത്ത് ചെരുപ്പ് തെരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ഒരു കൂട്ടം അനുയായികൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഉമറേ, കാര്യം കലുഷിതമായിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരതാ ഓടുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ചാരത്തെ ഓടിച്ചെന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്രേ, അഫ്വൻ യാ റസൂലല്ലാഹ്, ലബ്ബൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞാനിതാ അവിടുത്തേക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു നബിയേ. എന്തെങ്കിലും അപരാധം എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ നബിയേ, പൊരുത്തപ്പെടണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഉടനെ ചോദിച്ചു, അത്രേ, അല്ലേ ഉമറേ, അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, വല്ലാഹി മാ സമീഅതു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അത് കേട്ടിരുന്നില്ല. വല്ലാഹി മാ സമീഅതുഹാ, സത്യം ഞാനത് കേട്ടിട്ടില്ല നബിയേ, ഞാനത് കേട്ടിട്ടില്ല കേട്ടോ. ശരിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിക്കാന്ന് പറഞ്ഞപ്പോഴേ ഓടിക്കളഞ്ഞു. അതിനു മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് കേട്ടിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അവിടെ വെച്ച ആയത്തും കൊണ്ട് ഓതിക്കൊടുക്കാൻ. അവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്കിറങ്ങിയതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതിക്കൊടുക്കുന്നത്. ഏതാണ്? സൂറത്തുൻ നിസാ, അൻ-നിസാ എന്ന് പറഞ്ഞു തന്നെ ഒരു സൂക്തം പരിശുദ്ധ ഖുർആൻ. എന്താണ് സൂറത്തിന്റെ അർത്ഥം? സ്ത്രീകൾ എന്നാണ് അതിന്റെ അർത്ഥം. അൻ-നിസാ, സ്ത്രീകൾ. ചിന്തിച്ചു നോക്കൂ. വളരെ ചിന്തിക്കേണ്ട അധ്യാപനമാണ് ഈ പറയുന്നത്. വളരെയേറെ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിൽ 114 സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങളിൽ എവിടെയും തന്നെ അരിജാൽ, പുരുഷന്മാരെന്ന് പറഞ്ഞ ഒരു സൂക്തം കാണാൻ പറ്റൂല.
എന്നാൽ സ്ത്രീകളെ കുറിച്ച് മാത്രമായി ഒരു അധ്യായം തന്നെ അന്നിസാ, സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒരു അധ്യായം. എന്തിനാണിത്? ഇത് പഠിക്കേണ്ടതാണ്. ഈ സൂക്തം മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു സൂക്തം ഉണ്ട് എന്ന് മുസ്ലിം സഹോദരിമാർ അറിയേണ്ടതാണ്. അവരുടെ അവകാശങ്ങളെ പറ്റി, അവരെ എങ്ങനെ പരിലാളിക്കണം, അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം, അവരെ എങ്ങനെ സംരക്ഷിക്കണം, ഒരു ഭർത്താവ് അവളോട് എങ്ങനെ പെരുമാറണം, ഒരു വാപ്പ അവളോട് എങ്ങനെ പെരുമാറണം, ഒരു കുടുംബം അവളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, ഒരു പെണ്ണിനോട് ഏത് രീതിയിലാണ് വർത്തിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിലൂടെ വ്യക്തമാക്കുകയാണ്. എന്നിട്ടും സ്ത്രീകൾ ചാനലുകൾ കയറിയിരുന്നിട്ട് തലയിൽ തട്ടമിട്ടതാകുന്ന സഹോദരിമാര് പരിശുദ്ധരാകുന്ന ഉലമാക്കൾക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ ഘോരഘോരം ശബ്ദിക്കുകയാണ്. അവർ പരിശുദ്ധരാകുന്ന ഉലമാക്കളല്ല, പണ്ഡിതന്മാരല്ല. സമസ്തയുടെ ഉലമാക്കൾ പണ്ഡിതന്മാരവർ പണ്ഡിതന്മാരല്ല. അവർ ഞങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്നില്ല, അവകാശങ്ങൾ മുഴുവൻ ധ്വംസിക്കുകയാണ്, ഞങ്ങളെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുകയാണ്, വീടിന്റെ അകത്തലങ്ങളിൽ കഞ്ഞിയും പയറും വെക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്, പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങരുത് എന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്, പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാം എന്ന് വാദിക്കുന്ന സഹോദരിമാർ നമുക്കിടയിലുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദീൻ പഠിക്കണ്ടേ, പരിശുദ്ധ ഖുർആൻ പഠിക്കണ്ടേ? പരിശുദ്ധ ഖുർആനിലെ അധ്യാപനം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു. സൂറത്തുൻ നിസാ, സ്ത്രീകൾ പഠിക്കണം. ഖുർആൻ വീടിന്റെ അകത്ത് ടിവിയുടെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഇരുന്ന് അമ്മായിയമ്മയും മക്കളും ഇരുന്നിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പോരാ, റിയാലിറ്റി ഷോകൾ കണ്ടിരുന്ന പോരാ. ആ ഖുർആൻ കൈകൊണ്ടെടുത്തിട്ട് റജബ് മാസം, പുണ്യമാക്കപ്പെട്ട മാസം റമളാൻ വരുന്നു, ആ റമളാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ഖുർആൻ കയ്യിലെടുത്ത് തുറന്നു വെച്ച് ഓതണം, ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം. അതിന്റെ മജ്ലിസിലേക്ക് നമ്മൾ വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ സൂറത്തുൻ നിസായിൽ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليكم رقيبا. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരെ പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലേ, വിവാഹം കഴിഞ്ഞതാകുന്ന ചെറുപ്പക്കാരെ, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന യുവാക്കളെ, പഠിച്ചു വെക്കണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഖികൾ നിങ്ങളോട് ഇണക്കമില്ലാതെ പിണക്കത്തിലായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? അവരെ നിങ്ങളെ ത്വലാഖിലേക്ക് എടുത്ത് ചാടരുത്. ആ പാവപ്പെട്ട സഹോദരിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞേക്കരുതേ. ആ പാവപ്പെട്ട പെണ്ണിനോട് വർത്തിക്കേണ്ട രീതി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ കലാമാണ് ഓതുന്നത്. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, അഴീക്കോടുള്ള മുഴുവൻ യുവാക്കളും സാഗൂതം ശ്രദ്ധ ചെലുത്തണേ. واللاتي تخافون نشوزهن فعظوهن. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലയോ വിവാഹം ജീവിതം നയിക്കുന്നതായ ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ, ദീനിന്റെ വിഷയങ്ങൾ അവർ മാറി നിന്ന് കഴിഞ്ഞാൽ, നമസ്കാരമില്ലാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, നോമ്പ് കൃത്യമായി പിടിക്കാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് വരുമ്പോ, നീ പറയുന്ന പല വിഷയങ്ങളും ദീനിന്റെ വിഷയങ്ങൾ അനുസരണ
വർത്തിക്കാത്തവളായിരിക്കും. ആ പാവപ്പെട്ട പെണ്ണിനെ ആദ്യമായി നീ അടിക്കരുതേ, ആദ്യമായി നീ ശകാരിക്കരുതേ, ആദ്യമായി അവളോട് നീ വഴക്കടിക്കരുതേ, ആ പാവപ്പെട്ട പെണ്ണിന്റെ കരണത്തടിക്കരുതേ, അവളുടെ മുഖത്ത് നീ അടിക്കരുതേ, അവളുടെ കുടുംബക്കാരെ നീ ചീത്ത വിളിക്കരുതേ, അവളെയും നീ ചീത്ത വിളിക്കരുതേ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുകയാണ്. ഇത് പഠിക്കണേ മുസ്ലിമേ, ഇത് പഠിച്ചെങ്കിൽ മാത്രം നിന്റെ കുടുംബ ജീവിതം റാഹത്താവുകയുള്ളൂ, നിന്റെ കുടുംബ ജീവിതം നന്നാവുകയുള്ളൂ. ഇത് പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പോകുന്നത്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം ബ്ലൂ ഫിലിം കണ്ടിട്ട് പാശ്ചാത്യ രംഗങ്ങളിലെ ധിക്രതകൾ കണ്ടിട്ട് അതനുസൃതമായി ജീവിക്കലല്ല. അതിനുവേണ്ടി പാവപ്പെട്ട പെൺകുട്ടികൾ നിർബന്ധിക്കുമ്പോ തട്ടമിട്ടതാകുന്ന സഹോദരി, ദീനീബോധമുള്ളതാകുന്ന പാവപ്പെട്ട സഹോദരി, അവൾ ദീനുള്ള കുടുംബത്തിൽ ജനിച്ചവളാണ്, നല്ല തറവാട്ടിൽ ജനിച്ചവളാണ്. നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് മോശപ്പെട്ടതാകുന്ന രതിക്രടയ്ക്ക് വേണ്ടി നിർബന്ധിക്കുമ്പോ ആ പെണ്ണൊരു പക്ഷേ താല്പര്യമില്ലാതെ മാറി നിന്നേക്കാം. മോശപ്പെട്ട പാശ്ചാത്യ ശൈലികൾ അവലംബിക്കുന്ന സമയത്ത് ആ പാവപ്പെട്ട പെണ്ണ് പുറകോട്ട് മാറി നിൽക്കുമ്പോ ആ പെണ്ണിനെ ഇസ്ലാമികമാകുന്ന ദൃഷ്ടിയിൽപ്പെടുത്തിയിട്ട് അവളെ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിവാഹ ജീവിതം നമുക്ക് സുന്നത്തായി പഠിപ്പിച്ചു തന്നത്. ആ പ്രവാചകർ തന്നെ വിശുദ്ധ ഖുർആൻ മുഖേന നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനാണ് നമ്മുടെ കാറ്റലോഗ്, ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ആ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കണേ മുസ്ലിമേ, ജീവിതം നയിക്കണേ യുവാക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. വല്ലാതീ തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ ആദ്യമായി അവളോട് വർത്തിക്കേണ്ട രീതി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഫഇദൂഹുന്ന. അവളെ ത്വലാഖ് ചൊല്ലലല്ല, അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു വിടലല്ല, അവളുടെ കുടുംബക്കാര് നിനക്ക് നൽകിയ സ്ത്രീധനത്തുക കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അവളുടെ വാപ്പയെ കുറ്റപ്പെടുത്തലല്ല. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫഅലൂഹുന്ന, നല്ല ഉപദേശം കൊടുക്കണം. വിശുദ്ധ ഖുർആൻ ഒക്കെ പഠിക്കേണ്ട വിഷയമാണ്. ഇതാണ് പഠിക്കേണ്ടത്. ഇത് പഠിക്കുമ്പോ ജീവിത റാഹത്താവും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആദ്യമായി ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വർത്തിക്കേണ്ടത് ഫഅലൂഹുന്ന, നല്ല ഉപദേശം കൊടുക്കണം. ഫഅലൂഹുന്ന എന്ന് പറഞ്ഞാൽ വഅദ് പറഞ്ഞു കൊടുക്കണമെന്നല്ല. നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു വഅദ് കൊണ്ട് 2 മണിക്കൂർ വഅദ് പറയണം. ആരുടെ മുന്നിൽ? ഭാര്യയുടെ മുന്നിൽ വഅദ് പറയും. എന്ത് വഅദ് പറയണം? വഅദ് പറയണമെങ്കിൽ ആയത്ത് ഹദീസൊക്കെ അറിയണ്ടേ, ഖുർആൻ അറിയണ്ടേ, ഹദീസ് അറിയണ്ടേ. അല്ലാഹു പള്ളിയിൽ പോലും കൃത്യമായി നമ്മൾ പോകുന്നില്ല, ജമാഅത്തിന് പങ്കാളികളാകുന്നില്ല. ഇരിക്കുന്ന സാത്വികരാകുന്ന ഉലമാക്കളൊക്കെ പള്ളിയിൽ വഅദ് പറയുമ്പോൾ അവർ പറയുന്ന ആയത്തുകളും ഹദീസുകളും വ്യക്തമായ രീതിയിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ജുമാ കഴിഞ്ഞ് ചാടി ഇറങ്ങി ഓടുകയാണ്. ദുആഇന് പോലും നമ്മൾ പങ്കാളികളാകുന്നില്ല. പിന്നെ എന്ത് വഅദ് പറയാം? നമുക്കെന്ത് വഅദ് പറയാം? ഭർത്താക്കന്മാരോട് പറയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയോട് വഅദ് പറയണം. അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ആയത്തും ഹദീസും വെച്ചൊക്കെ വഅദ് പറയണം. ഉള്ള ഇല്ലാത്ത ആയത്തും ഹദീസും ഒന്നും ചുമ്മാ എടുത്ത് നിങ്ങൾ ഓതണ്ട. ഉള്ളത് അറിയാവുന്നത് ഓതുക. ഇല്ലെങ്കിൽ തന്നെ ഇതിന്റെ ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ അടുത്തൊരു ചിരുത്തിയിട്ട് നല്ല ചരിത്രം പറയുക. ഞാൻ ഇന്ന വാതിൽ കേട്ടതാകുന്ന ഒരു ചരിത്രം നിനക്ക് പറഞ്ഞുതരാം, ഇങ്ങ് വാ ഇവിടെ ഇരിക്കുന്നു പറയും. അപ്പോൾ അവൾ പറയും, ഇരിക്കണമെങ്കിൽ ഒരു ഷവർമ എന്നാൽ വേണം ഇരിക്കുക. അങ്ങനത്തെ സൈസായിരിക്കും ചിലപ്പോൾ, എന്നാലും കുഴപ്പമില്ല, അല്ലാഹു ഒരു ഷവർമ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇരുത്തി ഇത് പറഞ്ഞു കൊടുക്കുക. വഅദ് പറഞ്ഞു കൊടുക്കണം. ആയത്തും ഹദീസും ഓതി നല്ല നല്ല വഅദ് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.